നാട്ടിൽ പൊതുവേ മുഴുവൻ സിസ്റ്റവും ഫെയിലിയറാണ്. എല്ലാം തകരാറിലാണ്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്, ആശുപത്രികളിൽ രോഗികൾ നേരിടുന്ന അവഗണന, മോശമായ പെരുമാറ്റം, ഇതെല്ലാം അതിര് കടക്കുകയാണ്. മനുഷ്യജീവന് വിലയില്ലാതായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജനാധിപത്യം ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ഗവൺമെൻറ്റിനെ മാത്രം മാറ്റിയത് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ടോ? ഒരു രോഗിയുടെ ജീവന് ഹാനികരമായി പെരുമാറുന്ന ഒരു ഡോക്ടർ, അവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പോലും എന്തുമാത്രം അപാകതയാണ്. ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ഓഫീസിലെ എവിടെയായിരുന്നാലും അവർ അവഗണനയോ വീഴ്ചയോ വരുത്തിയാൽ അവർ പിന്നെ ജോലി തുടരരുത്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് കഴിവുള്ള ഉദ്യോഗാർത്ഥികൾ പുറത്തുണ്ട്, ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റം മാറേണ്ടതുണ്ട്. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടാൻ ഇന്നത്തെ കാലത്ത് എന്തെല്ലാം ടെക്നോളജി ഉണ്ട്. ഒരു ആപ്പിലൂടെയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അവർക്ക് ലഭിക്കുന്ന സേവനങ്ങൾ കൃത്യമായ റേറ്റിംഗ് നൽകാനും വളരെ സുതാര്യതയോടുകൂടി അത് ജനങ്ങൾക്ക് കാണാനും ഈ റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയപ്പെടുന്ന ഡോക്ടർ, പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസ് ജീവനക്കാരൻ ആ നിലവിൽ തുടരണമോ വേണ്ടയോ എന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയണം. 5 വർഷവും 10 വർഷം ഒരു സർക്കാർ ഭരിച്ചു, അതിനുശേഷം വേറെ അവരുടെ ഭരണം കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യുന്നത് കൊണ്ട് അവർ വന്നാലും ഈ ജനങ്ങളുടെ ജീവിതസ്ഥിതി അല്ലെങ്കിൽ അവരുടെ അവസ്ഥ തീരുമാനിക്കുന്നത് ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും പോലീസുകാരൊക്കെയാണ്. ഇവരെക്കാളും കഴിവുള്ളവരും കരുണയുള്ളവരും പുറത്തുണ്ടാകും. അപ്പോൾ അവർ അർഹതയുള്ളവർ കയറട്ടെ. അതിലും മോശക്കാരുണ്ടെങ്കിൽ അങ്ങനെ എലിമിനേറ്റ് ചെയ്യപ്പെടട്ടെ. അങ്ങനെ നല്ലൊരു സിസ്റ്റം നിലവിൽ വരട്ടെ. അല്ലാതെ ആ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ വിരമിക്കുന്നത് വരെയോ അല്ലെങ്കിൽ അയാളുടെ മരണം വരെയോ ജനങ്ങൾ അവരെ സഹിക്കണമെന്ന് പറയുന്നത് അതൊരിക്കലും നല്ലൊരു സിസ്റ്റമല്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ, ഉദാഹരണം ഞാൻ സൗദിയിലും ബഹ്റൈനിലൊക്കെ വർക്ക് ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ ബഹ്റൈനിലാണ്. ഇവിടെയും ഗവൺമെൻറ് ആശുപത്രികളിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവിടെയൊക്കെ അങ്ങനൊരു പിഴവ് സംഭവിച്ചാൽ, ഒരു അവഗണനയോ ഒരു മോശമായ പെരുമാറ്റം ഉണ്ടായാൽ അവൻ പിന്നെ ജോലിയിൽ ഉണ്ടാകില്ല. അതിന് ശക്തമായ ശിക്ഷയും നടപടികളും ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് രോഗികൾക്ക് അവരുടെ ജീവന് അപകടകരമാകുന്ന രീതിയിൽ പെരുമാറുന്ന ഡോക്ടർമാർ ഇന്നും ജോലിയിൽ തുടരുന്നത്? എന്തുകൊണ്ടാണ് ഗർഭിണിയുടെ മുഖത്തടിച്ച ആ ഒരു പോലീസുകാരനെ ഇത്രയും കാലം ജോലിയിൽ തുടരാൻ കഴിഞ്ഞത്? ഇതൊക്കെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ്. വളരെ വളരെ മോശമായ പരാജയമാണ്. എന്നിട്ട് നമ്മൾ പറയുന്നു ജനാധിപത്യം. എന്ത് ജനാധിപത്യം? ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ, അവർക്ക് ആവശ്യമായ സർവീസുകൾ പ്രോപ്പറായ രീതിയിൽ കിട്ടുന്നില്ല, വളരെ മോശമായിട്ടാണ് അവരോട് പെരുമാറുന്നതെങ്കിൽ വളരെ സുതാര്യമായ നിലയിൽ അവർക്കത് അറിയിക്കാൻ കഴിയണം. ഈ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ റേറ്റിംഗ് ചെയ്യാൻ, ഓരോരുത്തരുടെയും പേരിൽ റേറ്റിംഗ് ചെയ്യാനുള്ള സംവിധാനം കൊണ്ടുവരണം. അതനുസരിച്ചാവട്ടെ അവരുടെ ഒരു വർഷത്തെയും പ്രൊമോഷനും അല്ലെങ്കിൽ അവർ ജോലിയിൽ തുടരണമോ വേണ്ടയോ, പകരം ആ സ്ഥാനത്ത് പുറകെ ഒരാളിനെ നിയമിച്ച് ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നെല്ലാം തീരുമാനിക്കണം. ഒരാൾ മോശക്കാരനായാൽ വ്യക്തമായ തെളിവുകൾ അയാൾക്കെതിരെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ സുതാര്യമാക്കണം. CCTV ക്യാമറകൾ ഉണ്ടാവട്ടെ, അതുപോലെ ജിയോ ടാഗിങ് വെച്ചിട്ട്, അതുപോലെ ബാക്കി എന്തെല്ലാം ടെക്നോളജി ഉണ്ട് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വ്യക്തമായ രീതിയിൽ ഓരോ സേവനവും റേറ്റിങ്ങിന് വിധേയമാക്കണം. ആ റേറ്റിങ്ങുകളിലൂടെ കരിമ്പട്ടികൾ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരെ പുറത്താക്കണം. ഒരു വർഷത്തിൽ കൂടുതൽ സർവീസിൽ ഇരുത്തരുത്. എത്രയോ കഴിവുള്ള ഉദ്യോഗാർത്ഥികൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. എത്രയോ ഈ ഉദ്യോഗസ്ഥരുടെ കഴിവുകേട്, അവഗണന, മോശമായ പെരുമാറ്റം, ഈവൻ നമുക്കറിയാം നാട്ടിലെ ഗവൺമെൻറ് ആശുപത്രികൾ പോയി കഴിഞ്ഞാൽ അവിടെ തൂപ്പ് ജോലി ചെയ്യുന്നവർ പോലും വളരെ മോശമായ രീതിയിൽ രോഗികളോട് പെരുമാറുന്ന, അതുപോലെ സെക്യൂരിറ്റി
മോശമായ രീതിയിൽ പെരുമാറിയ സംഭവം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർമാർ, നഴ്സുമാർ. പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ആവശ്യത്തിന് സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് കാരണം അവർ ഓവറായിട്ട് ജോലി ചെയ്തിട്ട് ബേൺ ഔട്ട് ആവുന്നൊരു സ്ഥിതിയുണ്ട്. ഈ ബേൺ ഔട്ട് എന്ന് പറയുന്നത് സ്റ്റാഫ് വെൽബീയിങ് ആണ് പേഷ്യൻ്റ് സേഫ്റ്റി, പേഷ്യൻ്റ് ക്വാളിറ്റി ഒക്കെ നിർണ്ണയിക്കുന്നത്. പേഷ്യൻ്റ് സേഫ്റ്റി അതുപോലെ വർക്ക് ക്വാളിറ്റി ഒക്കെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ സ്റ്റാഫ് വെൽബീയിങ് ഇല്ലാത്ത ഒരു സ്ഥലത്ത്, വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാത്ത സ്ഥലത്ത് വർക്കിൻ്റെ ക്വാളിറ്റി കുറയും. അപ്പോൾ നമ്മൾ മറ്റു സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് ഇല്ലാതാക്കണം. ആവശ്യാനുസരണം ജോലിക്ക് ആവശ്യമുള്ളവരെ നിയമിക്കണം. ഇപ്പോൾ ഈ അടുത്ത് നടന്ന വയറ്റിനുള്ളിൽ മോസ്കിറ്റോ ഫോഴ്സപ്സ് വെച്ച് മറന്ന ആ സംഭവം, അതിൽ തന്നെ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ സ്ക്രബ് നേഴ്സുണ്ട്, ഫ്ലോർ നേഴ്സ് ഇല്ല എന്നാണ്. എങ്ങനെയാണ് ഫ്ലോർ നേഴ്സ് ഇല്ലാതെ അവർക്ക് സർജറി ചെയ്യാൻ കഴിയുന്നത്? എങ്ങനെയാണ് കൗണ്ട് ക്ലോസ് ചെയ്യാതെ അവർ പേഷ്യൻറ്റിന് ആ സർജറി ഊണ്ട് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്? വളരെ മോശമായ ഒരു അവസ്ഥയാണ്. എന്നിട്ടാണ് നമ്മൾ സാക്ഷര കേരളത്തിലിരുന്നുകൊണ്ട് അഭിമാനിക്കുന്നത് നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ലോകത്ത് ഏറ്റവും മികച്ചതാണെന്നും അമേരിക്കയെക്കാളും ഒക്കെ ഏറ്റവും വളർന്നതാണെന്നും ഒക്കെ. നമ്മുടെ സിസ്റ്റം മാറേണ്ടതുണ്ട്. ഇതിനുവേണ്ടി ജനങ്ങൾ, യുവാക്കൾ, നിങ്ങൾ മുന്നോട്ട് വരണം. ഈ അവസ്ഥ മാറണം. അപ്പോൾ അതിനു വേണ്ടി ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയതാണ്. ഓക്കെ, ബൈ.